ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രോത്രാദീനി ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്ര ആദീനി ഇന്ദ്രിയാണി അന്യേ സംയമ അഗ്നിഷു ജുഹ്വതി ശബ്ദ ആദീൻ വിഷയാൻ അന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്ര ആദീനി ഇന്ദ്രിയാണി, ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയെ സംയമ അഗ്നിഷു ജുഹ്വതി, ഈ ഇന്ദ്രിയങ്ങളെല്ലാം സംയമം, നിയന്ത്രിക്കൽ ആകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ സംയമമാകുന്ന അഗ്നിയിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ ഹോമിക്കുന്നു. എന്നാൽ മറ്റു ചിലരാവട്ടെ ശബ്ദാദീൻ വിഷയാൻ, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയ അഗ്നിഷു ജുഹ്വതി, ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അല്ലെങ്കിൽ സമർപ്പിക്കുന്നു. ഇവിടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ആ ജ്ഞാനേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന ഘടകമാകുന്ന മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഹോമിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണത്തിലൂടെ ഹോമിക്കുന്നു. അതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ എല്ലാം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലൂടെ അവിടെയും ഹോമിക്കപ്പെടുന്നു. അപ്പോൾ ചിലർ ഇങ്ങനെ ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുമ്പോൾ മറ്റു ചിലരാവട്ടെ ആ ശബ്ദം തുടങ്ങിയ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയെ തന്നെ ഹോമിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ചിലർ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാതെ അടക്കി പിടിക്കുന്നു. മറ്റു ചിലരാവട്ടെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ആ ഇന്ദ്രിയ വിഷയങ്ങളെ ഹോമിക്കുന്നു. ഇപ്രകാരം എല്ലാം ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ സംയമം പാലിക്കുവാൻ കഴിയുന്നത് നിരന്തരമായി അതിനെ പരിശീലിക്കുന്ന യോഗികൾക്കാണ്. നിരന്തരമായി പരിശീലിച്ചെങ്കിൽ മാത്രമേ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതായ മനസ്സിനെയും ഒക്കെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നിയന്ത്രിക്കേണ്ടത് മനസ്സാകുന്നു. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു യോഗിക്ക് സംയമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇപ്രകാരം നിയന്ത്രണം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഇന്ദ്രിയങ്ങൾ എല്ലാം വളരെ സജീവങ്ങളായിരിക്കുമ്പോഴും ഈ യോഗചര്യയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണത്തിന് ധ്യാനം പരിശീലിക്കുന്ന യോഗികൾ അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അതിനെ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ പരിസരങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയും. പക്ഷേ കണ്ണടച്ചാലോ ഉറങ്ങിപ്പോവുകയും ചെയ്യും.
അങ്ങനെ വളരെ നേരം കണ്ണടച്ച് ഇരിക്കാതെയും എന്നാൽ കണ്ണ് തുറന്നിരിക്കാതെയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ കണ്ണുകളുടെ നോട്ടം ഈ നാസികാഗ്രെ ന്യസിക്കുക എന്ന് പറയുന്നത്. രണ്ട് കണ്ണുകളുടെയും കൃഷ്ണമണികൾ നാസികയുടെ മേലറ്റത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് ആദ്യമൊക്കെ വളരെ വിഷമകരമായ ഒരു ശീലമാണെങ്കിലും പിന്നീട് അത് സ്വായത്തമാക്കാൻ അവർക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പരിസര ബോധവും കുറയും, എന്നാൽ കണ്ണടയ്ക്കുന്നതിലൂടെയുള്ള ഉറങ്ങിപ്പോകുന്നതിനുള്ള സാധ്യതയും കുറയും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ ചിന്ത എത്തേണ്ടത്. ഇവിടെ പറഞ്ഞത് കേവലം കണ്ണിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടത് ഒരു യോഗ പരിചര്യയുടെ അല്ലെങ്കിൽ യോഗചര്യയുടെ ഭാഗമായി പിന്തുടരേണ്ടത് ആവശ്യമാണ്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ 5 ഇന്ദ്രിയ വിഷയങ്ങളെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും അവയെല്ലാം നമ്മളെ പല ദിശകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾ പൂട്ടിയ രഥം പോലെയാണ്. അതിനെയെല്ലാം യഥേഷ്ടം അവരവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ വിടാതെ അതിനെല്ലാം നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ മനസ്സുകൊണ്ട് ഈ കുതിരകളൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു വിഷയം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഏത് പ്രകാരത്തിലാണ് ഈ 5 ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്തേണ്ടത് എന്ന്. ഇവിടെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദിൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ച അപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണി ഇന്ദ്രിയകർമാണി എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണകർമാണി ച പ്രാണൻ മുതലായ വായുക്കളുടെ വ്യാപാരങ്ങളെയും ഒക്കെ ആത്മസംയമയോഗാഗ്നൗ ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ജുഹ്വതി ജ്ഞാനദീപിതേ വിവേകവിജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആ ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണൻ തുടങ്ങിയ വായുക്കളുടെ വ്യാപാരങ്ങളെയും ഒക്കെ ജ്ഞാനമാകുന്ന എണ്ണ കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ ഈ വിജ്ഞാനത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അതെല്ലാം പെട്ടെന്ന് ശുഷ്കമായി പോകുന്നത് പോലെ, അതുപോലെ തന്നെ ഈ പഞ്ചപ്രാണന്മാർ പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ ഇങ്ങനെ ഈ പഞ്ചപ്രാണകളെയും ഒക്കെ ആത്മസംയമമാകുന്ന യോഗാഗ്നിയിലേക്ക് ചിലർ ഹോമിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണാദി വായുക്കളുടെ വ്യാപാരങ്ങളെയും ഒക്കെ വിവേകവിജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആ ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിനെ പൂർണ്ണമായും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അതിനെ യോഗമാർഗത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം തന്നെയാണ് ആദ്യവും. അത് കഴിഞ്ഞ് പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്ന് പറയുന്ന പഞ്ചപ്രാണികളെയും ഒക്കെ ഈ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടാണ് ഒരു യോഗി തൻ്റെ യാത്ര തുടരുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്.
സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തദാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംസിതവ്രതാഃ. ദ്രവ്യയജ്ഞാഃ തപോയജ്ഞാഃ യോഗയജ്ഞാഃ തഥാ അപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാഃ ച യതയഃ സംസിതവ്രതാഃ. ദ്രവ്യയജ്ഞ, ചിലർ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്നു. തപോയജ്ഞ, ചിലർ തപസ്സിനെ തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നു. മറ്റു ചിലർ യോഗയജ്ഞ, യോഗമാർഗത്തിലൂടെയുള്ള യജ്ഞങ്ങളെ ചെയ്യുന്നു. തഥാ അപരേ, അപ്രകാരം തന്നെ മറ്റു ചിലർ സ്വാധ്യായ യജ്ഞ, സ്വാധ്യായം സ്വയം പഠിക്കുക, പഠിപ്പിക്കുക. ജ്ഞാനയജ്ഞാഹ തഥാപരേ, ആ ജ്ഞാനയജ്ഞം അതുവഴി ചെയ്യുന്നവരും. യതയ സംസിതവ്രതാഹ, ഇപ്രകാരം ദൃഢമായ വ്രതം എടുത്തിരിക്കുന്ന ആളുകൾ യതയഹ, ഇപ്രകാരമുള്ള യത്നങ്ങളെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള യജ്ഞങ്ങളെയൊക്കെ ചെയ്യുന്നു. യജ്ഞം എന്ന് പറഞ്ഞാൽ പല മാർഗങ്ങളിലൂടെയും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ്. ധനവാനായ ഒരാളുടെ കയ്യിൽ ഉള്ള ധനങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ദ്രവ്യയജ്ഞം. എന്നെപ്പോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളിൽ ഇരിക്കുന്ന ജീവാത്മാക്കളും ഈശ്വര സ്വരൂപികളാണ് എന്ന് മനസ്സിലാക്കി അവരിൽ വിഷമത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിനായിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ധനം ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ദ്രവ്യയജ്ഞമാകുന്നു. അതുപോലെ തപോയജ്ഞ, തപസ്സിനെ യജ്ഞമായി കരുതുന്നവർ, സ്വയം തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ഉയർത്തണം എന്നുള്ള ദൃഢമായ നിശ്ചയത്തോടുകൂടി ഒരാൾ തപശ്ചര്യയെ അനുവർത്തിക്കുന്നത് ഒരു യജ്ഞമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അതുപോലെ മറ്റു ചിലർ യോഗമാർഗത്തെ അവലംബിച്ചുകൊണ്ട് അഷ്ടാംഗ യോഗത്തിലൂടെയെല്ലാം മനസ്സിനെ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അവിടെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന അഷ്ടാംഗ യോഗങ്ങളൊക്കെ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. പതഞ്ജലി മഹർഷിയാണ് ഈ അഷ്ടാംഗമാർഗ യോഗത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ യോഗമാർഗത്തിലൂടെയും പ്രയത്നിക്കുന്നവർ പരമപദത്തെ പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വാധ്യായ ജ്ഞാനയജ്ഞം, സ്വയം ഈശ്വര കഥകളെ പഠിക്കുക, പഠിപ്പിക്കുക, ജ്ഞാനയജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് ഒട്ടും അറിവില്ലാത്തവരെ ഇതിലേക്ക് ആനയിക്കുക, അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ നൽകി ജ്ഞാനമാർഗത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഇപ്രകാരമുള്ള യതികളാണ്, അല്ലെങ്കിൽ യത്നങ്ങൾ ചെയ്യുന്നവരാണ്. അവരെല്ലാം അതാത് മാർഗങ്ങളിൽ ദൃഢമായ വ്രതം ഉള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അതാത് മാർഗങ്ങൾ ദൃഢവ്രതന്മാരായിട്ട് അവരുടെ യത്നങ്ങളെ യജ്ഞരൂപേണ സമർപ്പിക്കുന്നു. എല്ലാം ഈശ്വര ഭാവത്തോടുകൂടി സമർപ്പിക്കുന്ന യജ്ഞങ്ങളാകുമ്പോൾ അതെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിനും അല്ലെങ്കിൽ ഈശ്വര പ്രസാദത്തിനും ഒക്കെ കാരണമായി ഭവിക്കുകയും ചെയ്യുന്നു. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാ യോഗയജ്ഞാസ്തതാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയഃ സംസിതവ്രതാഃ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാപരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ അപരേ പ്രാണ അപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. അപാനേ ജുഹ്വതി പ്രാണം, അപാനനിൽ പ്രാണനെ ചിലർ ഹോമിക്കുന്നു. പ്രാണേ അപാനം തഥാ അപരേ, പ്രാണനിൽ അപാനനെയും മറ്റു ചിലർ ഹോമിക്കുന്നു.
പ്രാണ അപാനഗതിരുദ്ധ്വ പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ നിരോധിച്ചിട്ട് പ്രാണായാമപരായണ പ്രാണായാമത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രാണായാമ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന യോഗികൾ ഇപ്രകാരം പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ശുദ്ധമായ ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ സുലഭവുമാണ്. അതിനെ ആവശ്യമായ ക്രമത്തിൽ ഉള്ളിലേക്കെടുത്ത് അതിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന വിസർജ്യങ്ങളെയൊക്കെ അപാനനായിട്ട് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രാണനും അപാനനും ആയിട്ട് ശ്വാസഗതിയെ നിയന്ത്രിക്കുന്നവരാണ് പ്രാണായാമപരായണന്മാർ എന്ന് പറയുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ അളവിൽ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നതും അതിനെ വേണ്ട രീതിയിലെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ വായുവിനെ മാലിന്യം ആയ വായുവിനെ പുറന്തള്ളുന്നത് അപാനനിലൂടെയുമാണ്. അതിനാണ് ഈ പൂരകം ഓക്സിജനെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്, ശ്വാസകോശത്തിലേക്ക് നിറയ്ക്കുന്നത് പൂരകം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയും അതിനെ കുറച്ച് സമയം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത് കുംഭകം എന്ന് പറയുന്ന അവസ്ഥയും അവസാനം മാലിന്യമായിരിക്കുന്ന ഈ വായുവിനെ പുറന്തള്ളുന്നത് രേചകം എന്നും പറയുന്ന അവസ്ഥയിലാണ്. ഇപ്രകാരം പൂരക കുംഭക രേചകങ്ങളെ പ്രത്യേക സമയക്രമത്തിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു യോഗചര്യയാണ് പ്രാണായാമം. ഈ പ്രാണനെ തനിക്ക് ആവശ്യമുള്ള അത്രയും ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പൂരകം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്വീകരിച്ച പ്രാണവായുവിനെ ജീവനിലുള്ള എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള കൃത്യം ഈ കുംഭകം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രേചകം എന്നുള്ള ക്രിയയിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ വായുവിനെ അല്ലെങ്കിൽ പ്രാണനെ പുറത്തേക്ക് തള്ളുന്നത് രേചകം എന്ന ക്രിയയിലൂടെയുമാണ്. ഇതിൻ്റെ സമയക്രമങ്ങളെ ആവശ്യാനുസരണം നിയന്ത്രിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ നാഡികളെയൊക്കെ ശോധന ചെയ്യുവാനുള്ള കഴിവ് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്രകാരം ഈ പ്രാണായാമം ചെയ്തുകൊണ്ട് നാഡികളെയൊക്കെ ശുദ്ധീകരിക്കാൻ സാധിച്ചാൽ മനുഷ്യർക്കുണ്ടാകുന്ന മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ഒരു പരിഹാരമാകും എന്ന് സങ്കല്പിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ശരീരത്തിലെ ജീവകോശങ്ങളിലേക്ക് എല്ലാം ആവശ്യമായ ഓക്സിജൻ എത്താത്തതാണ് ആ കോശങ്ങളുടെ നാശത്തിന് കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവയ്ക്കെല്ലാം ആവശ്യമായ അത്ര ഓക്സിജനും രക്തവും ലഭിച്ചു കഴിഞ്ഞാൽ ആ കോശങ്ങളൊന്നും അത്ര പെട്ടെന്ന് നശിക്കാതെ ഇരിക്കുമ്പോൾ രോഗാവസ്ഥകൾ കുറയും എന്നാണ് അതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്. ഇപ്രകാരം പ്രാണായാമം വളരെ ശ്രേഷ്ഠമായ ഒരു ആരോഗ്യപരിപാലന കർമ്മമാണ് എന്നാണ് ഇന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെയാണ് ഭഗവാൻ ഇവിടെ അർജുനന് ഉപദേശിക്കുന്നത്.
അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാപരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേ അപി ഏതേ യജ്ഞവിദഃ യജ്ഞക്ഷപിതകൽമഷാഃ അപരേ മറ്റു ചിലർ നിയതാഹാരാഃ അവർ നിയന്ത്രിക്കപ്പെട്ട ആഹാരത്തോട് കൂടിയവരായിട്ട് പ്രാണാൻ പ്രാണേഷു ജുഹ്വതി പ്രാണങ്ങളെ പ്രാണങ്ങളിൽ തന്നെ ഹോമിക്കുന്നു. സർവേ അപി ഏതേ ഈ പറഞ്ഞ എല്ലാവരും തന്നെ യജ്ഞവിദഃ യജ്ഞത്തെ അറിയുന്നവരും യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞങ്ങളെ കൊണ്ട് പാപങ്ങളെ നശിപ്പിക്കുന്നവരും ആകുന്നു. ഇങ്ങനെ ചിലർ നിയന്ത്രിതമായ രീതിയിൽ ആഹാരം സ്വീകരിച്ചിട്ട് പ്രാണങ്ങളെ പ്രാണങ്ങളിൽ തന്നെ ഹോമിക്കുന്നു. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും ഈ യജ്ഞങ്ങൾ എന്താണ് എന്ന് അറിയുന്നവരും യജ്ഞങ്ങളാൽ പാപങ്ങളെ നശിപ്പിക്കുന്നവരും ആയിത്തീരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് മനുഷ്യരിൽ ഭൂരിഭാഗവും ഭക്ഷണം അമിതമായതിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്നവരാണ്. പണ്ടുകാലങ്ങളിൽ ദാരിദ്ര്യം മൂലം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് മൂലം അല്ലെങ്കിൽ അത് വേണ്ടത്ര ലഭിക്കാതിരുന്നതിലൂടെ രോഗികളായിരുന്നുവെങ്കിൽ ഇന്ന് അമിതമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗം മൂലം രോഗികളാകുന്നവരാണ് കൂടുതൽ. അപ്പോൾ എത്രമാത്രം നമുക്ക് ഭക്ഷണം ലഭ്യമാണ് എങ്കിലും വിവേകികളായ ആളുകൾ തനിക്ക് ഈ ശരീരം നിലനിർത്തുവാൻ ആവശ്യമായത് മാത്രം ഭക്ഷിക്കുന്നു. ആ ഭക്ഷിക്കുന്ന വസ്തുക്കൾ പൂർണ്ണമായും തൻ്റെ ശരീരത്തിന് അനുയോജ്യങ്ങളാണോ എന്നുകൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് അവർ അതിനെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ശരീരത്തിന് നല്ലതല്ലാത്ത വസ്തുക്കൾ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രഭാവം പൂർണ്ണമായും കാണിക്കും. അമൃതത്തെ പാനം ചെയ്താൽ നമുക്ക് മരണത്തെ അതിജീവിക്കാം എന്ന് പറയുന്നത് പോലെ വിഷമാണ് പാനം ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ജീവനെ അപഹരിക്കുവാനും അതിന് കഴിയും. ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ട് വിധം വസ്തുക്കളും ലഭ്യമാണ്. നമ്മുടെ വിവേക ബുദ്ധി കൊണ്ട് ഏതിനെയാണ് സ്വീകരിക്കേണ്ടത് ഏതിനെയാണ് ത്യജിക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ശരിയായത് മാത്രം ഭക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടതായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നത്. ശരീരവും മനസ്സും ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരഭജനം നടത്തുവാനും സാധ്യമാവുകയുള്ളൂ. ഏതെങ്കിലും ഒരാൾക്ക് നിരന്തരമായ ശരീരപീഡ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്കതെല്ലാം മറന്നുകൊണ്ട് ഈശ്വരോപാസന നടത്തുക അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് സ്വസ്ഥമായ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവിനാണ് ഈശ്വരോപാസന ചെയ്യുവാനായിട്ട് സാധിക്കുക തന്നെ. അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ജീവാത്മാവാകുന്ന മൂർത്തി ഇരിക്കുന്നതായ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രം ശുദ്ധമായി സൂക്ഷിച്ചെങ്കിലേ ആ മൂർത്തിക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് സദാസമയവും നല്ല ഭക്ഷണങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ജീവാത്മാവിനെ അതിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം. കൂടാതെ ഈ മുൻപ് പറഞ്ഞ എല്ലാവിധ യജ്ഞങ്ങളും സമർപ്പിക്കുന്നവരെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരായിട്ട് അവർ പരമപദത്തെ പ്രാപിക്കുവാൻ യോഗ്യരും ആയിത്തീരുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതോ യജ്ഞവിദ യജ്ഞക്ഷപിതകൽമഷഃ
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.